ഹായ് ഹലോ, ഞാൻ അഖില. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ആപ്ലിക് വർക്കാണ്. ഇതും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ അതിന് വേണ്ടി എടുത്തിരിക്കുന്നത് ഒരു നെറ്റിൻ്റെ മെറ്റീരിയലുള്ള ഒരു ആപ്ലിക് വർക്കാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നെറ്റിൻ്റെ മെറ്റീരിയലുള്ളത് എടുക്കാൻ ശ്രദ്ധിക്കുക. അതാവുമ്പം നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നൂല് വരഞ്ഞ് നിൽക്കുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല. വേറെ മെറ്റീരിയലൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഉരുക്കിയൊക്കെ കൊടുത്ത് ചെയ്താലാണ് അത് പ്രോപ്പറായിട്ട് നിൽക്കുകയുള്ളൂ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വേണം എടുക്കാൻ. അപ്പോൾ ഞാൻ നെറ്റിലുള്ളതാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ആ സെയിം എടുത്തിരിക്കുന്ന ആപ്ലിക് വർക്കിൻ്റെ കളറിലുള്ള ത്രെഡും ഞാൻ ചൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചൂസ് ചെയ്താൽ മാത്രമാണ് ഈ വർക്കിന് അതിൻ്റേതായ ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നത്തെ കാര്യം, നെക്സ്റ്റ് നമ്മൾ ഈ ഒരു ആപ്ലിക് വർക്കിൻ്റെ എഡ്ജ് ചേർത്ത് ഫുള്ള്, അതായത് ആ ഒരു ആപ്ലിക് വർക്കിൻ്റെ ഷേപ്പ് കറക്റ്റ് കിട്ടണ രീതിയിൽ നല്ല നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതേ ഞാൻ കാണിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഫുള്ള് നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ അതേ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേ ഇതിങ്ങനെ നീങ്ങി പോവാതിരിക്കാൻ വേണ്ടി പിൻ ചെയ്ത് കുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിന് ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നമുക്ക് ചെയ്യാവുന്ന 2 സ്റ്റിച്ചുകളാണ്. ഇത് രണ്ടിലേത് വേണമെങ്കിലും നമുക്ക് ഫോളോ ചെയ്യാം. സോ നൂലിൻ്റെ അടിയിൽ കെട്ടിട്ടില്ല, അത് കാരണം അത് പോയി. അപ്പോൾ അതേ ഞാൻ ഒന്നും കൂടി കോർത്തു. അപ്പോൾ അടിയിൽ നിന്ന് നൂലെടുക്കുക, എന്നിട്ട് ഇതേപോലെ ഒരു ഗ്യാപ്പ് ഇട്ട്, അതായത് സൂചിയുടെ അത് കാണുന്ന പോർഷനിലൊക്കെ ത്രെഡ് വരും, അതായത് ഒന്നിടവിട്ട പോലെ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. ഗ്യാപ്പിട്ട് ഇതേപോലെ തുന്നിയെടുക്കുന്നത്, ഇതിനെയാണ് നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. അതായത് ഞാൻ പണ്ടൊക്കെ നമ്മൾ ചുരിദാറൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഷേപ്പ് കുറച്ചുകൂടി ചെയ്യാൻ വേണ്ടി കൈയും കൊണ്ട് തുന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ ചെയ്യുന്നത് ഈ ഒരു സ്റ്റിച്ചായിരുന്നു കേട്ടോ. നമുക്ക് അന്നൊന്നും അറിയില്ല എംബ്രോയ്ഡറി എന്താണെന്ന് പോലും അറിയാത്ത കാലഘട്ടത്തിൽ ഒക്കെ ചെറിയ രീതിയിലൊക്കെ ഷേപ്പ് ചെയ്യുമ്പം സൂചി നൂലും എടുത്ത് ഇതേപോലെ ഷേപ്പ് ചെയ്യായിരുന്നു. അപ്പം നിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ് ബാക്ക് സ്റ്റിച്ചാണ്. കുത്തിയെടുത്തിട്ട് ബാക്കിലേക്ക് ഇങ്ങനെ കുത്തിയെടുക്കുക. അപ്പോൾ ഇതുപോലെ കണ്ടോ, ബാക്കിൽ കുത്തി ഫ്രണ്ടിലേക്ക് എടുക്കുന്നതാണ് ബാക്ക് സ്റ്റിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ 2 സ്റ്റിച്ച് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും ഫോളോ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി, നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയുള്ള എടുക്കുന്ന വീഡിയോ ആയതുകൊണ്ട് ഞാൻ റണ്ണിങ് സ്റ്റിച്ചാണ് ചൂസ് ചെയ്യുന്നത്. അപ്പം നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം ഞാൻ സൂചി കോർത്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത് ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും കറക്റ്റ് നമുക്ക് ആ ഒരു ഡിസൈൻ നമ്മൾ കട്ട് ചെയ്തെടുത്തതിൻ്റെ ആ കറക്റ്റ് എഡ്ജിൽ, എന്ന് കഴിഞ്ഞാൽ എഡ്ജിന് പുറത്തേക്കും പോകാൻ പറ്റില്ല, ആ ഒരു രീതിയിൽ വേണം ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. പക്ഷേ ഇതിനകത്ത് നമുക്ക് ഓൾറെഡി ഇതിൽ റെഡ് കളറിലെ എംബ്രോയ്ഡറി ഉണ്ടെങ്കിലും അതിനെ ഫുള്ള് കവർ ചെയ്തൊരു ഗോൾഡൻ കളറിലെ ഒരു ത്രെഡും കൂടി ഇവർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാരണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ എളുപ്പമാണ്. അപ്പം ഈസിക്ക് വേണ്ടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ത്രെഡ് ഉള്ളതൊക്കെ ആപ്ലിക് വർക്കിനായിട്ട് ചൂസ് ചെയ്യുവാണെങ്കിൽ വളരെ ഈസി ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ മേടിക്കുമ്പോൾ അതൊക്കെ ഒന്ന് നോക്കി മേടിച്ചാൽ മതി. ആ ഒരു രീതിയിലുള്ള ആപ്ലിക് വർക്കിന് പറ്റിയ മെറ്റീരിയൽ നോക്കി മേടിക്കുക. എപ്പോഴും മേടിക്കുമ്പോൾ ഫിനിഷിങ് ഉള്ളത് മേടിക്കുക, അതാണ് മെയിൻ നോക്കേണ്ടത് കേട്ടോ ആപ്ലിക് വർക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇതേപോലെ എഡ്ജ് ചേർത്ത് ഞാനൊരു കുറച്ച് പോർഷൻ ഞാനിപ്പോൾ തുന്നണില്ല. അപ്പോൾ ഇത് ഈ ഒരു രീതിയിലൊന്ന് കണ്ടിന്യൂ ചെയ്ത് തുന്നിയെടുത്താൽ മതി. വളരെ എളുപ്പമാണ് കേട്ടോ ആപ്ലിക് വർക്ക് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ നമ്മൾ കൈ കൊണ്ട് ചെയ്യുന്നതാണ് കാണിച്ചത്. അപ്പോൾ ഇതേപോലെ നമുക്ക് ആരി ത്രെഡ് ഉണ്ടല്ലോ, ആരിയുടെ സൂചി ഉണ്ടല്ലോ, ആ സൂചി വെച്ച് വേണമെങ്കിലും ഈ വർക്ക് ചെയ്യാം. അതേപോലെ തന്നെ മെഷീൻ എംബ്രോയ്ഡറി ചെയ്യാം. ഇപ്പം ഞാൻ കൈ കൊണ്ട് തുന്നണ ഒരു രീതിയാണ് കാണിച്ചു തരുന്നത്. ഇപ്പോൾ മെഷീനൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാലും നല്ല നീറ്റായിട്ട് നമ്മൾ മെഷീനിൽ ചെയ്യുന്ന രീതിയിൽ തന്നെ നമുക്ക് നല്ല നീറ്റായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ പ്രത്യേകിച്ച് തുന്നുമ്പോൾ ഇതേപോലെ പിൻ ചെയ്ത് വെച്ച് തുന്നാൻ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ തുണിയൊന്നും ചുളുങ്ങി അങ്ങനെ അടിയിലിരിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യൂല. അപ്പോൾ പിൻ ചെയ്ത് വെച്ച് വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി ഇതിനകത്ത് നമ്മളിപ്പോൾ ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് നമ്മളത് ഫുള്ള് ഈ ഒരു രീതിയിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ചെയ്ത പോലെ തന്നെ ഫുള്ള് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ അതേ ഇതുപോലെ ഫുള്ള് ചെയ്തെടുത്തിട്ട് ഇതേ ഈ ഒരു ലുക്കാണ് വന്നേക്കുന്നത്. കണ്ടപ്പോൾ കാണാൻ നല്ല ഭംഗിയില്ല. സൂചിയെല്ലാം കഴിഞ്ഞ് ഒന്നാമത് ഗ്രീൻ ആൻഡ് റെഡ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ ഓർഡിനറി ലുക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ കോമ്പിനേഷൻ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ കളർ കോമ്പിനേഷൻ. ഇനി ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഒന്ന് ഹൈലൈറ്റ് ചെയ്തൊക്കെ. ഞാൻ ആദ്യമായിട്ടാണ് ആപ്ലിക് വർക്ക് ചെയ്യുമ്പോൾ അതിൽ ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എന്നാൽ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ആപ്ലിക് വർക്ക് ചെയ്യാൻ വേണ്ടി ആദ്യം ഈ ഒരു ഡിസൈനിൽ ചെയ്യുന്നത് ഇതേപോലൊരു ഓരോ ആൻറ്റിക് ബീഡ്സ് ചെയ്ത് കൊടുക്കണം. ഭയങ്കര എളുപ്പമാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി. വേറെ ഒന്നുമില്ല, സൂചി അടിയിൽ നിന്ന് കുത്തിയെടുക്കുക,
എന്നിട്ട് ബീഡ്സ് ഇടുക, റിട്ടേൺ ഏത് പോർഷനിലാണോ അതേപോലെ കുത്തി ഇറക്കുക. അത്രേ ഉള്ളൂ. ഭയങ്കര എളുപ്പമാണ് ചെയ്യാൻ വേണ്ടി. ഇതിനോട് ഭയങ്കര ഇൻട്രസ്റ്റും ക്രേസും ഉള്ളവർക്കൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വർക്കാണ് കേട്ടോ. പിന്നെ കഷ്ടപ്പെട്ടാലല്ലേ നമുക്ക് കുറച്ച് അതിൻ്റെ പ്രയോജനം ഉണ്ടാവുള്ളൂ. ഇപ്പോഴല്ലെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞാണെങ്കിലും അതിൻ്റെ ഗുണം നമുക്ക് ഉണ്ടാവില്ല. അപ്പം കഷ്ടപ്പെടാൻ ഇഷ്ടമുള്ളവർ, പ്രത്യേകിച്ച് ഈ ഒരു ജോലിയോട് പാഷനുള്ളവർ, അങ്ങനെയുള്ളവർക്കൊക്കെ ഭയങ്കര ക്രേസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട് പഠിച്ച ഒരു ഇതാണ് ഫാഷൻ ഡിസൈനിങ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പം മുതലേ ഞാൻ ചെറുതായിട്ടൊക്കെ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ തുന്നിയൊക്കെ ചെയ്യുമായിരുന്നു. അതിൽ നിന്നാണ് പഠിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാൻ. അപ്പോൾ ഇതേപോലെ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. സ്വന്തമായിട്ടാണെങ്കിൽ നമുക്ക് നമ്മുടെ ഡ്രസ്സിലൊക്കെ ചെയ്തെടുക്കാമല്ലോ ഇതേപോലെ വർക്ക്. അപ്പോൾ ഇതേപോലെ ഞാൻ ബീഡ്സ് എല്ലാം കംപ്ലീറ്റ് അത്യാവശ്യം പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ തുന്നി. ഇനി നെക്സ്റ്റ് ചെയ്യുന്നത് ഈ ഒരു ലീഫ് പോലെ വരുന്ന പോർഷൻസ് ഉണ്ടല്ലോ. അപ്പം ഞാൻ നൂല് കയറ്റുന്നുണ്ട്. ഇത് കണ്ട ഈ ഒരു ലീഫ് പോലെ വരുന്നിടത്ത് ഞാൻ അവിടെ ഒരു 6-7 മുത്ത് ഞാൻ കോർത്തെടുത്തിട്ടുണ്ട്. അതേപോലെ അടിയിൽ നിന്ന് കുത്തിയെടുക്കുക, ഒരു 6-7 മുത്ത് കോർക്കുക, അടിയിലേക്ക് കുത്തി ഇറക്കുക. ഇത്രേ ഉള്ളൂ ചെയ്യാൻ വേണ്ടി. ഡബിളായിട്ട് തുന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. പിന്നെ ഷുഗർ ബീഡ് തുന്നുമ്പോൾ 0 സൈസ് സൂചി എടുക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ തുന്നിയെടുക്കുക. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു അതിൻ്റെ അപ്പുറത്തെ സൈഡും കൂടെ തുന്നണം എങ്ങനെയാണെന്ന് കാണിക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ അതിലാണ് ബാക്കിയുള്ള എല്ലാ പോർഷനും ഞാൻ തുന്നിയെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ വർക്കൊക്കെ നല്ലോണം ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എനിക്ക് അതായത് എൻ്റെ ഈ ചാനലൊന്ന് ഫോളോ ചെയ്ത് ഓളെന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തിയാൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോയും കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇതേപോലെ ഞാനിനി ഫുള്ള് ചെയ്യാൻ പോവാണ്. അത് കഴിഞ്ഞുള്ള ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കാണാം. അപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ നല്ല രസമില്ലേ കാണാൻ വേണ്ടി. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ആപ്ലിക് വർക്കിൽ ഞാൻ ഇതേപോലെ ഹാൻഡ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത ദിവസം ഇതിൽ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം. പിന്നെ ഈ ഒരു വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് സ്ലീവ്സിൻ്റെ 2 സെൻറ്ററിലോ ചെസ്റ്റ് പോർഷനിലോ ബാക്കിലോ ഒക്കെ സിംഗിളായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സൂപ്പറായിരിക്കും. അപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്ത് നോക്കാം കേട്ടോ. ബൈ.